മഴവെള്ളം ഒഴുകിപ്പോയതോടെ ചാലക്കുടി മംഗലൻ കോളനി നിവാസികൾ വീടുകളിലേക്ക് തിരികെയെത്തി. ശനിയാഴ്ച വൈകിട്ടോടെയാണ് തിരികെ വീടുകളിലേക്ക് എത്തിയത്. വീട്ടുപകരണങ്ങൾ എല്ലാം നശിച്ച നിലയിലാണ്. ഞായറാഴ്ച രാവിലെ മുതൽ വീടും പരിസരവും വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു ഇവിടെത്തുകാർ. ചെറിയൊരു മഴ പെയ്താൽ പോലും പരിയാരം പഞ്ചായത്തിലെ മംഗലൻ കോളനിയിലുള്ളവരുടെ മനസ്സിൽ ആദിയാണ്. കോളനി പുഴയോട് ചേർന്ന് കിടക്കുന്നതിനാൽ മഴ പെയ്താൽ ആദ്യം ഇവിടേക്കാണ് വെള്ളം കയറുക. വെള്ളം കയറുന്നത് പതിവായതോടെ ഇവിടെയുള്ള 21 വീട്ടുകാരിൽ പലരും മറ്റു സ്ഥലങ്ങളിലേക്ക് താമസം മാറ്റി. ചാലക്കുടി പുഴ കവിഞ്ഞൊഴുകി കടുങ്ങാട് തോടിൽ വെള്ളം കയറിയാൽ കോളനി വെള്ളത്തിലാകുമെന്നതാണ് കണക്ക്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയോടെയാണ് കോളനിയിൽ വെള്ളം കയറി തുടങ്ങിയത്. തോടിനോട് ചേർന്നുള്ള 2 വീടുകളിലേക്ക് വെള്ളം കയറിയതോടെ വീട്ടുകാരെ മാറ്റി പാർപ്പിച്ചു. 18 വീട്ടുകാരും കയ്യിൽ കിട്ടിയതൊക്കെ വാരിക്കൂട്ടി പരിയാരം സെന്റ് ജോർജ് സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറി. ശനിയാഴ്ച വൈകിട്ടോടെയാണ് തിരികെ വീടുകളിലേക്ക് എത്തിയത്. 4 അടിയോളം ഉയരത്തിൽ വീടുകളിൽ വെള്ളം കയറിയിരുന്നു. കട്ടിൽ, കിടക്ക, അലമാര തുടങ്ങിയവയെല്ലാം നശിച്ചു. പാത്രങ്ങളിൽ പലതും പറമ്പുകളിലും റോഡുകളിലും ചിതറിക്കിടക്കുകയാണ്. ഗൃഹോപകരണങ്ങൾ ഭൂരിഭാഗവും നശിച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ മുതൽ വീടും പരിസരവും വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു ഇവിടുത്തുകാർ. 2018 പ്രളയത്തിൽ 20 അടി ഉയരത്തിൽ വെള്ളം കയറിയിരുന്നു. ഇത്തവണയും വലിയ നഷ്ടമാണ് ഓരോ കുടുംബത്തിനും സംഭവിച്ചിരിക്കുന്നത്. മഴ പെയ്താൽ നെഞ്ചിടിപ്പ് കൂടുന്ന ഇവിടുത്തുകാർക്ക് മഴ മാറിയാലും ആദി ഒഴിയില്ല. പല വീടുകളിലും ഇഴജന്തുക്കളും കയറി കൂടിയിട്ടുണ്ട്. മീഡിയ ടൈം, ചാലക്കുടി.